ഇങ്ങനെ ഒരു പെരി പെരി അൽഫാം എടുത്താൽ ഇങ്ങനെ അൽഫാം എടുക്കുക. മയണൈസ് ഒരിക്കലും നമ്മൾ ജിമ്മന്മാരും ആരും കൂട്ടരുത്, പറ്റാവുന്നത്ര കൂട്ടാതെ ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും ഇത് അങ്ങനെ ട്രാക്കി പോട്ടെ, നമ്മളിത് കുത്തിപ്പൊക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ നോക്കി നിങ്ങളുടെ കൂടെയുള്ളവർ ഇതുപോലെ സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക അടിപൊളിയാക്കിയിട്ട്. 100 രൂപ പാൻറ്റുകൾ, 200 രൂപ പവർ ബാങ്ക് കേട്ടോ. വണ്ടി ആരോ മാറ്റി വെച്ച് ഇവിടുന്ന് വേഗം നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവാം. ഇത് കാണാനാണെങ്കിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അന്തൻ വ്ളോഗ്സ് അല്ല, പ്രീ വ്ളോഗ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും അറിയാലോ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ പറഞ്ഞ പോലെ പ്രണവോത്സവം പ്രവീണോത്സവമാണ് നമ്മുടെ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ആ കണ്ടന്റ്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ കാലിക്കറ്റ് ആണല്ലോ, ജസ്റ്റ് ഒരു പരിപാടിയായിട്ട് വന്നത്. അപ്പോൾ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത്, കുറേ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അവരിതാ ഫുൾ ഉടായ്പാണ്, ഫാമിലി മുഴുവൻ 2 വീഡിയോ റിമൂവ് ആക്കി ഡിലീറ്റ് ആക്കി എന്തെല്ലാം ഉടായ്പുണ്ട്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഉച്ചാൽ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാതെയാണ് ജിമ്മ് ബ്ലോഗ്സ് കാറ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞിരുമ്പോൾ കുറേ പേര് എന്നെ പറയുന്നത് കുറേ കാര്യങ്ങളൊക്കെ കണ്ട്. അപ്പോൾ ആക്ച്വലി അവർ വീഡിയോ റിമൂവ് ആക്കിയിട്ടുണ്ട്. അവർ 2 പേരും അവരുടെ 2 ചാനലിട്ട് വീഡിയോസ് റിമൂവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നും പറഞ്ഞാൽ അവരെല്ലാവരും ഉടായിപ്പാന്നല്ല, നമ്മളിങ്ങനെ ഈ മലയാളികളുടെ സ്വഭാവമാണ് സ്വന്തം കാര്യം നോക്കാതെ ഇങ്ങനെ മറ്റുള്ളവർ എന്തെങ്കിലും ആക്കുക അതാക്കും ഇതാക്കും ഇങ്ങനെ നോക്കി നടക്കുക എന്നുള്ളതാണ് മെയിൻ ട്രെൻഡ് പരിപാടി. അപ്പോൾ കേസ് അത് സംഭവം വേറെ ഒന്നുമല്ല, അതിന് നമ്മുടെ ഒരു പ്രവീൺ അവരുടെ മെയിൻ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യം സൈഡിൽ ഞാൻ കൊടുക്കുക, നിങ്ങൾ വായിച്ച് നോക്കുക. വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല, ഫുള്ള് ഇഷ്യൂ ആവുകയാണ്. ഇപ്പോൾ ഫാമിലി പിന്നെ ഭാര്യക്കെതിരെ കുറേ സൈബർ ബുള്ളിങ് നടന്നുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്തൽ കിട്ടുക. അത് വീണ്ടും കൂടുകയാണ് ചെയ്തത്. ഇപ്പോൾ ആകെ അവസ്ഥയിലാണ്, ഫാമിലി വളരെ ശോകത്തിലാണെന്നൊക്കെയാണ് പുള്ളി അതിൽ പറഞ്ഞു വെച്ചത്. അതുകൊണ്ടാണ് ആ വീഡിയോ റിമൂവ് ആക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ റിമൂവ് ആക്കിക്കൊണ്ട് അവരുടെ പ്രശ്നം സോൾവ് ആവുക ഒരിക്കലുമില്ല. അധികം ആൾക്കാരൊന്നും കണ്ടില്ല, ജസ്റ്റ് 5 മില്യൺ, അതായത് 50 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് ആ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് അവരെ കുറഞ്ഞത് കണ്ടത്. 5-6 മില്യൺ കണ്ടിട്ടുണ്ട്, അറിയാത്ത ആൾക്കാരില്ല. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ എൻ്റെ ഒരു അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയകളിൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ ഫാമിലിയായിട്ട് പറഞ്ഞു തീർക്കാമെന്നല്ലാതെ സോഷ്യൽ മീഡിയകളിൽ പങ്കുവെക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഈ ഒരു പ്രവീൺ മച്ചനും ഭാര്യയും കൂടെ അവർ വീഡിയോ ഇട്ടതിൽ കാര്യമുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയ്ക്കെതിരെ ഫുള്ളായിട്ട് പറയുന്ന കുറേ കമൻറ്റ്സ് വന്നുകൊണ്ടാണ് അവർ വീഡിയോ ഇട്ടത്. പക്ഷേ വീഡിയോ ഇട്ടത് അവർ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ ഒരുപാട് ഇഷ്യൂ ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല. അവരുടെ കാര്യം നോക്കി ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മനുഷ്യാവകാശ കമ്മീഷനാന്ന് പറഞ്ഞിട്ട് അവരോട് പോലും പറയാതെ അവർക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് ചെറിയൊരു പണ്ടത്തെ വൈരാഗ്യ കണക്കുകളൊക്കെ തീർത്തുകൊണ്ട് വേറൊരു വയസ്സായൊരു ആളിങ്ങനെ ഒരു പെണ്ണുങ്ങളവിടെ ഇരുന്നിട്ട് അവർക്കെതിരെ അവരെ എന്തെല്ലാം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുറേ നമ്മൾ അവരുടെ വഴിക്ക് വിട്ട് അവസരം മുതലെടുക്കുന്നവരും ഉണ്ട്, ശരിയായ കാര്യം പറയുന്നവരും ഉണ്ട്. അപ്പോൾ ശരിയായിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റാതെ ആയി പോകും. അപ്പോൾ എനിവേ അവരെന്തായാലും ഇപ്പോൾ അവരുടെ പഴയ ലൈഫിലോട്ട് ഹാപ്പി ആയിട്ട് വരും എന്നുള്ള പ്രതീക്ഷയോടെ നമുക്കവിടെ ഇരിക്കാം. പക്ഷേ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ ഒരാളെ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ്. അത്രയും ബ്യൂട്ടിഫുൾ ഫാമിലി എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് തലയേക്കേറ്റ് നടന്നുകൊണ്ടിരുന്ന ഫാമിലിയാണ്. അതാണ് നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്, ഇത് രണ്ടും വ്യത്യാസങ്ങളാണ്. അപ്പോൾ അത് കണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്ത് അവരെ പോലെ ആവണം, അവരെ കണ്ടു പഠിക്കണമെന്നൊന്നും ഒരിക്കലും പറയരുത്. അവരവരുടെ സന്തോഷ മൊമെൻറ്റ്സ് മാത്രമാണ് നമ്മളെ കാണിച്ചത്. ഇങ്ങനെ എല്ലാ ഇഷ്യൂസും കുറ്റങ്ങളും കുറവുകളും എല്ലാവരുടെയും ലൈഫിലുണ്ടാവും. സോ വരുന്ന പ്രശ്നം അവിടെ തന്നെ തീർക്കുക. അങ്ങനെ ലോകം മുഴുവൻ അറിയിച്ചിട്ട് ഇപ്പോൾ എന്താ കിട്ടിയത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ എങ്ങനെ എല്ലാവർക്കും അവരുടേതായ നെഗറ്റീവ്, അവരുടേതായ ഇഷ്യൂ പ്രവീണിൻ്റെ ഭാഗത്തും കൊച്ചുൻ്റെ ഭാഗത്തും എല്ലാവരുടെയും ഭാഗത്തും ഉണ്ട്. അത് ഉറപ്പാണല്ലോ, അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എന്തായാലും ഒരു വീഡിയോയും കളഞ്ഞ് അവരിനിപ്പോൾ എന്ത് ചെയ്യും എങ്ങനെയെന്ന് അറിയില്ല. എന്തായാലും പഴയ ട്രാക്കിലോട്ട് വരട്ടെ, നമ്മളായിട്ട് ഇനി അത് കുത്തിപ്പൊക്കി വലിയൊരു ഇഷ്യൂ ആക്കാതിരിക്കുക, അത് അതിൻ്റെ വഴിയിൽ വിടുക, അവരെന്തെങ്കിലുമൊക്കെ ആക്കട്ടെ. എന്നാലും ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞു വരുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷേ ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ പണ്ടതുപോലെ റിയാക്ട് ചെയ്തുകൊണ്ട് ഇനി എന്തെങ്കിലും വേറൊരു കാര്യങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് വന്നാൽ മാത്രം നമുക്ക് കാണാം. അപ്പോൾ അവരെ അവരുടെ പാട്ടിന് വിട്ടോളുക. അവർക്ക് ഇനിയൊരു ജീവിതമുണ്ട്, ഒരു കുഞ്ഞി കൊച്ചുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര ഡീഗ്രേഡ് ആക്കാൻ വേണ്ടി അവസരം മുതലെടുക്കുന്നവരുണ്ട്, നല്ല കാര്യങ്ങൾ പറയുന്നവരുണ്ട്. സോ എനിവേ കേസ് ആ വീഡിയോ റിമൂവ് ആക്കിയിട്ട് വേറെ വല്ല ഉടായ്പ കാര്യങ്ങളായതുകൊണ്ടൊന്നുമല്ല, ഫുൾ ഇഷ്യൂ ആയി അത്ര ഇതായതുകൊണ്ടാണ്. 2 പേരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് രണ്ടും നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ആയിട്ടാണ് രണ്ടാൾ ആ വീഡിയോ എടുത്ത് കളഞ്ഞത്. പക്ഷേ കളഞ്ഞിട്ടൊന്നും കാര്യമില്ല, ആ വീഡിയോ ക്ലിപ്പ് എല്ലാവരുടെയും കയ്യിലുണ്ട്. ലോകം മുഴുവൻ ആ വീഡിയോ ഫേമസുമാണ്. കാണാത്ത മലയാളികൾ ഇനി വളരെ തുച്ഛം മാത്രമായിരിക്കും. ഇതുപോലൊരു വൈറൽ കണ്ടന്റ്, വൈറൽ ടോപ്പിക് റീസെൻ്റ്ലി ഒന്നും ഫാമിലി വ്ളോഗ്സിൽ വന്നിട്ടില്ല, ഇത്ര റീച്ച് വന്നിട്ടുമില്ല ഞാൻ പറഞ്ഞ പോലെ. പിന്നെ റീസെൻ്റായിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ, ഇത് അഭിനയാണോ പ്രാങ്ക് ആണോ എന്ന് വെച്ച വീഡിയോയിൽ കുറേ പേര് എന്നെ തെറി പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഒന്നും പറയാൻ പോയില്ല, ഒന്നും പറയാറുമില്ല. ഒരിക്കലും അങ്ങനെ പറഞ്ഞല്ല. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ബ്രോ ഇതൊക്കെ പ്രാങ്കാണ്, ഇതെല്ലാം കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് നിങ്ങൾക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണ്, കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാണ്. പിന്നെ പണ്ടത്തെ അവരുടെ ബേബി വ്ളോഗ്സ് ഒക്കെ അങ്ങനെ ഉണ്ടെന്നൊക്കെ ജസ്റ്റ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം പറഞ്ഞാണ്, അല്ലാതെ ഞാനൊരിക്കലും അങ്ങനെ പറഞ്ഞല്ല. അറിയാത്ത കാര്യത്തെപ്പറ്റി നമ്മൾ പറയുകയില്ല, നമ്മൾ കണ്ടതും അവർ ഷെയർ ചെയ്ത കാര്യത്തെപ്പറ്റി ഇതുവരെ നമ്മൾ വീഡിയോയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ഇത് അങ്ങനെ ട്രാക്കി പോട്ടെ, നമ്മളിത് കുത്തിപ്പൊക്കി നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ഫാമിലിയൊക്കെ നോക്കി നിങ്ങളുടെ കൂടെയുള്ളവർ ഇതുപോലെ സ്നേഹിച്ച് മനസ്സിലാക്കി മുന്നോട്ട് ജീവിക്കുക അടിപൊളിയാക്കിയിട്ട്. തെറ്റ് പറ്റിയാൽ ക്ഷമിക്കണം, കൊടുക്കണം. പിന്നെ അറിഞ്ഞുകൊണ്ട് ആരെയും ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പിന്നെ വല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുത്തിക്കൊണ്ട് അവസരം മുതലാക്കി വല്ലാണ്ട് ഇല്ലാതാക്കാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഒരു ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അല്ല, അവരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ട് അവർ ഉടനെ ഇനി ഒരുമിക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരുമിച്ച് കാണാനാണ് നമുക്ക് ആഗ്രഹം. അതിന് ഒരുമിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അവർക്ക് രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ. എങ്ങനെയായാലും അവർക്ക് പുതിയൊരു ജീവിതമൊക്കെ ആയിട്ട് ഇനി അവരവരെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വിടുക. അത് പൊക്കി ഒരുപാട് സൈബർ ബുള്ളിങ്, ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ സ്വന്തമായിട്ട് ശരിക്കും അനുഭവിച്ച് നോക്കിയാൽ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ ഇതൊരു തമാശയായിട്ടാണ് ഒരുപക്ഷെ തോന്നുക, അല്ലെങ്കിൽ കണ്ടങ്ങ് പോകുന്നത്. പക്ഷെ അത് അനുഭവിക്കുന്നവരുടെ സിറ്റുവേഷൻ അറിഞ്ഞറിയാതെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവും. അതൊക്കെ ആ ഒരു വഴി വിടുക. അപ്പോൾ കുറേ പേര് എല്ലാവരും ഇടപെട്ട് അവരെ പരസ്പരം സമാധാനിപ്പിച്ച് സംസാരിപ്പിച്ചെന്നൊക്കെയാണ് പറയുന്നത്. ഇനി എന്താവും അറിയില്ല. ഒരുമിച്ച് കാണാൻ നമുക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ആവുമെന്നൊക്കെ വിശ്വസിക്കാം, പ്രതീക്ഷിക്കാം, വെയിറ്റ് ചെയ്യാം. എല്ലാം സെറ്റാവട്ടെ. അപ്പം നമ്മളിപ്പോൾ കാലിക്കറ്റ് ആണല്ലോ ആക്ച്വലി. ഡ്യൂട്ടിയൊക്കെ എടുത്തിട്ട് 1 മൈൻഡായിട്ട് കാലിക്കറ്റ് വന്ന് കിടില നമ്മുടെ റൂമൊക്കെ എടുത്ത് വെറും 1300 രൂപയ്ക്ക് ഇത്രയും കിടിലായിട്ടുള്ള ഒരു റൂം, 24 മണിക്കൂർ നല്ല വാഷിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. സോ എന്തായാലും സ്റ്റേ സെറ്റാക്കി അടിച്ച് പൊളിച്ച് നേരെ നമ്മുടെ കണ്ണൂർ നമ്മുടെ നാട്ടിലോട്ട് പോവാണ്. ഞങ്ങളുടെ യു പി കാർ ബ്ലൂബി ബ്ലോഗ്സൊക്കെ ഒട്ടന്നെ ഇനി പുതിയ പാർക്ക് നെക്സോസി കാറിൽ ചെയ്തൊക്കെ വീഡിയോ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഡ്യൂക്കി ഇവിടെ ഇരിപ്പുണ്ട്. ആക്ച്വലി കോഴിക്കോട് ജസ്റ്റ് ഒരു റൈഡൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നേട്ടാ. ഇതാ റൂബി, ഒരു കിടില ഒരു ഹോം സ്റ്റേ. 1200 രൂപ നോൺ AC, 1600 രൂപ AC. അടിപൊളി സ്റ്റേ. ഒരു ദിവസം നമ്മൾ നിന്ന് നമുക്ക് നേരെ കണ്ണൂർ പിടിക്കണം. ഈ കൈയൊക്കെ ഫുൾ ടാൻ അടിക്കുന്നുണ്ട്. കയ്യിലിടുന്നൊരു ഗ്ലൗസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇടുന്നതിനും ബൈക്ക് ആക്സസറി ഷോപ്പൊക്കെ പരിചയിച്ച് നേരെ നാട് പിടിക്കാം. രാത്രി കാലിക്കറ്റ് ബീച്ചൊക്കെ ഇങ്ങനെ കറങ്ങി കാലിക്കറ്റുകളിലൊരു ഉറപ്പായിട്ട് കറങ്ങിക്കാം. നേരെ വണ്ടി എടുത്ത് തെറിക്കാം. ഏത് മൂട്? പൊളി മൂട്. ഞാൻ ജിമ്മും കഴിഞ്ഞൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അല്ല, ഇന്നലെ മുതൽ ഇറങ്ങിയോണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ചെസ്റ്റ് പീസ് അൽഫാം കഴിക്കാം, മയോണൈസ് ഒന്നും കൂട്ടാതെ. വേറെ ഒരു സ്പോട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നൈസ്. വാവ്, ആണ്. അൽഫാം കിട്ടിയിട്ടുണ്ട്. അൽഫാം അടിച്ചിട്ട് കാണാം. ഇങ്ങനെ ഒരു പെരി പെരി അൽഫാം എടുക്കാം. ഇങ്ങനെ അൽഫാം എടുക്കുക. മയോണൈസ് ഒരിക്കലും നമ്മൾ ജിമ്മന്മാരും ആരും കൂട്ടരുത്. പറ്റാവുന്നത്ര കൂട്ടാതെ ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. അങ്ങനെ നമ്മൾ കോഴിക്കോടിൻ്റെ സൺഡേ തെരുവിലെത്തിയിട്ടുണ്ട്. കാണിക്കാം. ഇവിടെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ഈ സൺഡേ മാത്രം കൊടുക്കുന്ന ചെറിയ ബഡ്ജറ്റ് കൊടുക്കുന്ന ഐറ്റംസ്. അപ്പോൾ എല്ലാവരും ഓരോരോ ഐറ്റംസ്. ചെറിയ പൈസ, ചീപ്പ് പൈസ, ചീപ്പ് 100 രൂപയ്ക്കൊക്കെ ഇവിടെ ചെരുപ്പും കാലൊക്കെ വാരിയിട്ടേക്കാം. ഇവിടെയുണ്ട് ഇഷ്ടം പോലെ ചെരുപ്പുകൾ. 200 രൂപ, 100 രൂപ വരെയുണ്ട്. ചെറിയ 100 രൂപൻ്റെ പാൻറ്റുകൾ, 200 രൂപൻ്റെ പവർ ബാങ്ക്. കേട്ടോ, വണ്ടി ആരോ മാറ്റി വെച്ച് ഇവിടുന്ന് വേഗം നമുക്ക് ഇവിടുന്ന് എടുത്തിട്ട് പോവാം. ഇത് കാണാനാണ് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം. അങ്ങനെ നമ്മൾ കൊയിലാണ്ടിലെത്തി കേട്ടോ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കം വന്നിട്ട് ഒരടി നടക്കാൻ പറ്റുന്നില്ല, അല്ല വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. ഫുൾ സീൻ. ഉറക്കം വന്നിട്ട് 2 വട്ടം വണ്ടി കയ്യിൽ നിന്ന് പാളിപ്പോയി. അപ്പോൾ ചെറുതായിട്ട് വന്നൊരു ചായയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. നേരെ നാട് പിടിക്കണം. എന്നാലും അവിടെ എത്തിയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം. ഫുൾ സീൻ കേട്ടാ വണ്ടി. ഞാൻ വേറെ ഏതോ ലോകത്ത് എന്തോ ഡേഞ്ചറാണെന്നറിയാം. ദൈവാനുഗ്രഹത്തിന് ഉടൻ വരെ ഇനി പോകും. നമുക്ക് നാട് പിടിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. കമ്പ്യൂട്ടർ ലിങ്ക് ഉണ്ട്, ഒരു മെസ്സേജ് ചെയ്യും. അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നാട് പിടിക്കാം. ലവ് യു ഓൾ, ടേക്ക് കെയർ.